ഹലോ. അപ്പം ഞാനൊരു അവാർഡ് വാങ്ങാൻ പോയ കാര്യം നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ പറയാണ്, ഞാനൊരു അവാർഡ് വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും എനിക്ക് കിട്ടുന്ന ആദ്യത്തെ ഒരു അംഗീകാരമാണ് കേട്ടോ ഈ ഒരു അവാർഡ്. WCCയുടെ വകയായിരുന്നു. നമുക്ക് ഇൻഫ്ലുവൻസേഴ്സിന് വേണ്ടിയിട്ടുള്ള അടിപൊളി ഒരു ഗ്രാൻഡ് അവാർഡ് ഫംഗ്ഷനായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. ഇതാണ് കേട്ടോ നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുള്ള ഹാൾ കേട്ടോ. സത്യം പറഞ്ഞാൽ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്തായാലും ഇങ്ങനൊരു അവാർഡ് ഫംഗ്ഷന് ഞാൻ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. അപ്പം ഞാൻ അവിടുന്ന് ആരൊക്കെ കണ്ടു എന്നും ഒരുപാട് സെലിബ്രിറ്റീസിനെ കണ്ടുമുട്ടി കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയണം എന്ന് വെച്ചാൽ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണണം കേട്ടോ. പിന്നെ കുറേയൊക്കെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ നമ്മുടെ റീനി ചേച്ചി ഉണ്ട്, ദേവ് ചേച്ചി ഉണ്ട്. ദേവ് ചേച്ചി ആൻഡ് ഫാമിലി. ദേവ് ചേച്ചി വയനാടാണ് കേട്ടോ. എല്ലാവരുടെ കയ്യിലും ഫോണാണ് കേട്ടോ. നമ്മളൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ ഒരു ഫംഗ്ഷന് വരുന്നത് തന്നെ. നമുക്ക് ഹാളിലേക്ക് കയറുന്നതിൻ്റെ മുന്നേ ഒരു QR കോഡ് തന്നിട്ടുണ്ട് കേട്ടോ. അത് സ്കാൻ ചെയ്താൽ മാത്രമേ നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ കേട്ടോ. എൻ്റെ കൂടെ മോളായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. മോൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഓനെ കൂട്ടിയില്ല. ഞാനും മോളും കൂടി ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഉണ്ണിയേട്ടൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഉണ്ണിയേട്ടനെയും കൂട്ടാൻ കഴിയില്ലല്ലോ. അങ്ങനെ ഞാൻ പുറത്തേക്ക് ഇങ്ങനെ വരുന്ന സമയത്താണ് കേട്ടോ ഇവരെ കണ്ടത്. ജിജോ വ്ളോഗ്സ് നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. ഇവരുടെ ആ വീഡിയോസൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് കേട്ടോ. ഉണ്ടൂസ് എന്നാണ് അവരുടെ പേര്. ജിജോ ചേട്ടനും ഉണ്ടൂസും പിന്നെ മക്കളും ആണ് കേട്ടോ. 3 മക്കളുണ്ട്. അപ്പോൾ ചെറിയ കുട്ടീനെ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ അവരെ പരിചയപ്പെട്ടു, അവരുടെ കൂടെ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. പിന്നെ നേരെ പോയത് നമുക്ക് ഹാളിലേക്ക് കയറാൻ വേണ്ടിയുള്ള QR കോഡ് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അതിനിതാ അവിടെ കുറച്ച് വരി കണ്ടില്ലേ, അവിടെ വരിയൊക്കെ നിന്നു. QR കോഡ് സ്കാൻ ചെയ്തു. എൻ്റെ സീറ്റ് നമ്പർ എനിക്ക് 34 ആയിരുന്നു കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. എക്സ്പെഷ്യലി പറയുകയാണെങ്കിൽ ഫുഡൊക്കെ അടിപൊളി ആയിട്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവരുടെ സ്നാക്സൊക്കെ അടിപൊളി പറഞ്ഞാൽ അടിപൊളി കേട്ടോ. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ആയിരുന്നു. പിന്നെ വത്തക്ക ജ്യൂസ്, നമ്മുടെ മുന്തിരി ജ്യൂസ്, മിൻറ്റ് ലൈം എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കുടിച്ചിട്ടുള്ളത് മുന്തിരി ജ്യൂസ് കേട്ടോ. എനിക്ക് വത്തക്ക വെള്ളം എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. എന്താ പറയുക, വത്തക്ക അങ്ങനെ കഴിക്കാനാണ് എനിക്കിഷ്ടം കേട്ടോ. അങ്ങനെ നമ്മളതാ കൂട്ടിക്കൊണ്ടുപോയി നമ്മളെ സീറ്റൊക്കെ അവർ കാണിച്ചു തന്നു. അങ്ങനെ ഞാനും മോളിൽ ഇരുന്ന് 2 വീഡിയോസൊക്കെ അവിടെ നിന്ന് എടുത്തു കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷമായ ഒരു ദിവസമായിരുന്നു കേട്ടോ. കാരണം ഒരുപാട് വേദനകൾ സഹിച്ചിട്ടുണ്ട്, ഒരുപാട് ഒറ്റപ്പെടുത്തലുകൾ, കുറ്റപ്പെടുത്തലുകൾ എല്ലാം സഹിച്ചിട്ടുണ്ട്. ഈ ഒരു മേഖലയിലേക്ക് വന്നപ്പം താഴ്ത്താൻ വേണ്ടി ഒരുപാട് ആളുകൾ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു വാശിയായിരുന്നു പ്ലേ ബട്ടൺ മേടിക്കണം എന്നുള്ളത്. എവിടെയെങ്കിലും ഒരുപാട് ഉയരങ്ങളിൽ എത്തിയില്ലെങ്കിലും എന്നെക്കൊണ്ട് പറ്റും പോലെ ഇതിൽ നിന്നൊരു വരുമാനം വാങ്ങിയെടുക്കണം, അതൊക്കെ എൻ്റെ ഒരു വാശിയായിരുന്നു കേട്ടോ. എന്തായാലും അതൊക്കെ നേടാൻ എന്നെക്കൊണ്ട് സാധിച്ചു. അതുപോലെ തന്നെ നമ്മുടെ അഡ്മിൻസിനെയും വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. This is such a beautiful moment and this is Maria Jumana, the young upcoming student pilot from Malappuram district. ആകാശനീലി മകന്റെ കൈകളിലും Maria Jumana WCC ഒരു സ്നേഹോപഹാരം ചാർത്താം. ഇവിടെ റെഡിയാണ്. Once again WCC Mega Award 2025ലേക്ക് എൻറ്റയർ ടീമിന് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ കാസർഗോഡ് തൊട്ട് ട്രിവാൻഡ്രം വരെയുള്ള ക്രിയേറ്റേഴ്സിന്റെ മുന്നിലാണ് നിങ്ങൾ ഇത് റിവീൽ ചെയ്യാൻ പോകുന്നത്. സോ ഓൾ റൈറ്റ്, എല്ലാവർക്കും നിറഞ്ഞ കൈയോടുകൂടി തന്നെ ലെറ്റ്സ് ഇൻവൈറ്റ് ദിസ് ബ്യൂട്ടിഫുൾ മൊമെന്റ്. നമുക്ക് ഈ ഒരു ബ്യൂട്ടിഫുൾ മൊമെന്റ് നമുക്ക് സ്വീകരിക്കാം. ഹിയർ ദേ ആർ റിവീലിംഗ് സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ us and yes, this is Malayali Memorial. So let's all wait together for this beautiful movie. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമുക്കും അവാർഡ് കിട്ടിയിട്ടോ. ആ വേദിയിൽ വെച്ച് ആ അവാർഡ് കിട്ടിയപ്പം എനിക്ക് ഒരുപാട് സന്തോഷമായി. ഇതിനൊക്കെ കാരണം നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങൾ ഓരോരുത്തരും എനിക്ക് തന്ന സപ്പോർട്ടാണ്. അതിലുപരി നമുക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തു തന്ന നമ്മുടെ സ്വന്തം സ്പോൺസേഴ്സിനോടുകൂടെ ഈ ഒരു അവസരത്തിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. പിന്നെ നേരെ പോയത് ഫുഡ് സെക്ഷനിലേക്കായിരുന്നു കേട്ടോ. മോൾക്ക് വിശക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ വേഗം പോയിട്ട് ഫുഡ് അങ്ങോട്ട് വാങ്ങിച്ചു കേട്ടോ. നമുക്ക് എന്ത് വേണോ അതെല്ലാം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. അടിപൊളി ഫുഡായിരുന്നു. ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഡിസേർട്ടൊക്കെ കഴിച്ചു. സൂപ്പറായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഒരുപാട് സെലിബ്രിറ്റീസിനെ കാണാൻ പറ്റി. എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് അടിക്കണേ.